നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, യാദൃശികമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളോടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പരിപൂർണമായിട്ടുള്ള എനർജിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഈ വായന മുഴുവനുമായി കാണാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ മുഴുവനുമായിട്ടുള്ള വിശദാംശങ്ങൾ അവിടെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന കാണരുത്. വളരെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രം, വളരെ ശാന്തമായിട്ടിരിക്കുമ്പോഴുള്ള സമയങ്ങളിൽ മാത്രം ഇത് കാണുവാൻ ശ്രമിക്കുക. ഉറങ്ങുന്ന നേരത്തൊക്കെ കാണുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി പലപ്പോഴും ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളായാലും ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളായാലും നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കുന്നില്ലായിരിക്കാം, തുറന്ന് സംസാരിക്കുന്നില്ലായിരിക്കാം. തീർച്ചയായിട്ടും ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം ശക്തമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു മോശപ്പെട്ട സാഹചര്യത്തിലാണെങ്കിൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നതും. ഒരു പക്ഷെ നിങ്ങൾ സ്ത്രീയാണെങ്കിൽ, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും, നിങ്ങൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാഭ്യാസമുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള, സ്വന്തമായി അധ്വാനിക്കുന്ന, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെയുള്ള, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം പോലും നിങ്ങളായിരിക്കാം അന്വേഷിക്കുന്നത്. അങ്ങനെ അത്രയും നല്ലൊരു വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള താല്പര്യം എന്ന് പറയുന്നത് ഒരു സാധാരണ മറ്റു വ്യക്തികളോട് തോന്നുന്നത് പോലെയുള്ള താല്പര്യമല്ല. തികച്ചും യാദൃശികമായിട്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നതെങ്കിൽ പോലും നിങ്ങളെ ദൈവത്തിന് തുല്യമായി, അല്ലെങ്കിൽ അത്രയും ഒരു ഐക്കൺ ആയിട്ട്, നമ്മളൊരു റോൾ മോഡൽ പോലെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ലേ, അതുപോലെ ഒരു മാതൃകാ സ്ഥാനത്താണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. പുറമേ ചിലപ്പോൾ ഈ വ്യക്തി അങ്ങനെയൊന്നും പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം, നിങ്ങളെ ഒരിക്കലും അംഗീകരിച്ചു തരുന്നില്ലായിരിക്കാം, നിങ്ങളോട് അത്രത്തോളം താഴ്ന്നുകൊണ്ട് ചിലപ്പോൾ സംസാരിക്കുന്നില്ലായിരിക്കാം, മനസ്സ് തുറക്കുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളിലെ ക്വാളിറ്റീസ്, നിങ്ങളിലെ നല്ല ഗുണങ്ങൾ, അത് ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കെയറിങ് കണക്ഷനാണ് നമുക്കിവിടെ അധികമായിട്ടും കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഈസി ആൻഡ് ചിൽ ഔട്ട് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. എന്ത് കാര്യമാണെങ്കിൽ പോലും വളരെയധികം ടെൻഷൻ അടിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിച്ച് വളരെ കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലേക്ക് പോകാനോ താല്പര്യപ്പെടുന്നവരല്ല. കാര്യങ്ങളെ വളരെയധികം വലിയൊരു പ്രശ്നത്തെ പോലും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള കരുത്തുള്ളവരാണ്, അതിനുള്ള ആർജവം കൊണ്ട് നിൽക്കുന്നവരാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് മറ്റേത് തേർഡ് പാർട്ടി സിറ്റുവേഷനും മറ്റേത് മോശപ്പെട്ട അവസ്ഥകളും ഉണ്ടായാൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പാനപാത്രം, അല്ലെങ്കിൽ ആ ഒരു കപ്പ് ഓഫ് ലവ്, ഒരു 10 കപ്പ് ഓഫ് ലവ് ഈ വ്യക്തിയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 9 നഷ്ടപ്പെട്ടു പോയാലും
ഒരു കപ്പ് ഓഫ് ലവ് എങ്കിലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. അതാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്. അത് ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം. ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയെ കൈവിട്ടില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയെ കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത്. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിലായിക്കോട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ അത് ഡീല് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഒരു മടിയും കൂടാതെ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങൾ വില്ലിംഗ് ആണ്, നിങ്ങൾ പൂർണ്ണ മനസ്സോടു കൂടിയാണ് ഈ വ്യക്തിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ഈ വ്യക്തിയും ഒരുപക്ഷെ നിങ്ങൾക്കും സഹായിച്ചിട്ടുണ്ടാകണം, നിങ്ങളെയും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാകണം. ഇപ്പോൾ കമിതാക്കളൊക്കെ ആണെങ്കിൽ പോലും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് പോലെ ആയിരിക്കണം നിങ്ങൾ മുന്നോട്ട് ജീവിച്ച് പോയിട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കയ്യകലത്തിലല്ല നിൽക്കുന്നത്, കുറച്ചധികം അകലത്തിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വിദേശത്തായിരിക്കാം, മറ്റ് സംസ്ഥാനത്തായിരിക്കാം, ജില്ലയിലായിരിക്കാം. എന്തുകൊണ്ടോ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി എത്തപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. അതുപോലെ നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ മറ്റാരൊക്കെയോ ബ്ലോക്ക് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം വകവെക്കാതെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും പിരിയിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ട് വഴിയിലേക്കാക്കി, രണ്ട് പാത്രങ്ങളിലാക്കുവാൻ വേണ്ടിയിട്ട് പലവരും ശ്രമിച്ചിട്ടുണ്ട്. പലവരും നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു തർക്കം, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സൗന്ദര്യപ്പിണക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. പക്ഷെ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ വീണ്ടും രണ്ടുപേരും വീണ്ടും വന്ന് ഒന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലൂപ്പ് പോലെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലൂപ്പ് എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റിപ്പീറ്റേഷൻ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ നമ്പറിൽ നിന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്നോ ഈ വ്യക്തി നിങ്ങളുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നിലപാട്, ഈ വ്യക്തിയോടുള്ള കാഴ്ചപ്പാട് എന്നിങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധിച്ചേക്കാം. ശരീരം കൊണ്ട് ചിലപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തോ മാറി നിൽക്കാൻ സാധിച്ചേക്കാം. പക്ഷെ അതൊരിക്കലും നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വിടാൻ, മാനസികപരമായിട്ടുള്ള ബന്ധം വിടുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. ചിലപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ആ ഒരു പഴയതുപോലെ തന്നെ കൂട്ടുകൂടാനോ പ്രണയിക്കാനോ ഒന്നും സാധിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം. കാരണം ഇതിൻ്റെ ഇടയിൽ നിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലും വളരെ പ്യുവറായിട്ടുള്ള, അത്രയും പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വ്യക്തി വേറെ വ്യക്തിയെ സ്വീകരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വേറെ പ്രണയബന്ധത്തിലേക്കോ മറ്റ് ഏതെങ്കിലും അധ്യായത്തിലേക്കോ പോയിട്ടുണ്ടാകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെയാണ് ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നതും. മനസ്സ് കീറി മുറിയുന്ന വേദനയോട് കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും ഈ വ്യക്തിക്ക് മാത്രമല്ല വിഷമമുള്ളത്, നിങ്ങൾക്കുമുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് ആശ്വാസവും വരുന്നത്. അത് മറ്റൊരു സത്യം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് നീതി ലഭിക്കും, അല്ലെങ്കിൽ നീതി നേടിയെടുക്കണം എന്നുള്ള ഒരു വാശിയുടെ അപ്പുറത്താണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെട്ടു പോയാലും, ഈ വ്യക്തിയെ മറ്റാരെങ്കിലും ഒറ്റപ്പെടുത്തി കളഞ്ഞാലും ഈ വ്യക്തി തോറ്റു കൊടുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരുപക്ഷെ ഈ വ്യക്തി അത്രത്തോളം പരാജയത്തിൽ പടുകുഴിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തിയെ മോട്ടിവേഷൻ നൽകിക്കൊണ്ട് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം.
ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യമാണെങ്കിലും ഈ വ്യക്തി ഇത്രയും സ്മാർട്ട് ആവാൻ കാരണം, അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതും ഈ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലവർക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ടും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലായിരിക്കാം, അവരുടെ നിയന്ത്രണത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ടെൻഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് പ്രണയങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി വിവാഹം ചെയ്ത വ്യക്തികളായിരിക്കാം. പക്ഷെ നിങ്ങളിൽ നിന്നും ലഭിക്കാത്ത എന്തോ ഒരു, മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്ത എന്തോ ഒരു സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു മാനസികപരമായിട്ടുള്ള കണക്ഷൻ നിങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം. കുറെ ആളുകൾ സോൾമേറ്റ് ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആത്മമിത്രം, സോൾമേറ്റ് ജേണി, ആ ഒരു ജേണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ചധികം ആളുകൾ പാസ്റ്റ് ലൈഫ് ജേണിയിലൂടെ, മുജ്ജന്മ ബന്ധത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം ഈ വ്യക്തിയെ മറക്കാനും, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചാലും കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഈ വ്യക്തിയുടെ ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അത് മറ്റാരുടെയും സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ റിലേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അത് മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രയും പരിശുദ്ധമായിട്ടാണ് നിങ്ങളും അതിനെ നോക്കിക്കാണുന്നത്. അതേ ഫീലിങ്സ് തന്നെയാണ് ഈ വ്യക്തിക്കും നിങ്ങളോടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും മാറി കിട്ടണം എന്നുള്ള പ്രാർത്ഥനയിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തിയും ഇരിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്നറിയാം. തീർച്ചയായിട്ടും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.